ഹേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മുടെ ഭവൻ സ്കൂളിൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് സർപ്രൈസ് നമുക്ക് കാണാം കേട്ടോ. കാരണം ഇന്ന് കുട്ടികളെ മേക്കപ്പ് ചെയ്യുന്നുണ്ട്, ഡ്രസ്സിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അതിനായിട്ട് നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ ആ ഒരു ലുക്കും അവരുടെ സ്റ്റേജിലുള്ള ഡാൻസൊക്കെ നമുക്ക് ഇന്ന് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ നേരത്തെ വന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്ക്. കാരണം കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്യണമല്ലോ, കറക്റ്റ് ടൈമിങ്ങിന് സ്റ്റേജിൽ എത്തിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരം വൈകാതെ പെട്ടെന്ന് തന്നെ ഗ്രീൻ റൂമിലേക്ക് പോവാണ്. കാരണം കുട്ടികളൊക്കെ വരാനായല്ലോ, ഏകദേശം സമയമായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യണം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഭവൻ സ്കൂളിൻ്റെ ബ്രോഷർ. അപ്പോൾ ഇതിൽ നമ്മളെ കുട്ടികളുടെ ഡാൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പ്രകാരമാണ് ഇന്ന് ഇവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഗ്രീൻ റൂമിലേക്ക് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വന്ന കുട്ടികളെ ഡ്രസ്സിങ്ങും ഹെയറും മേക്കപ്പൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേര് വരാണ്ട് കേട്ടോ. അപ്പോൾ വന്നത് നമ്മുടെ വേഗം ചെയ്യാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ കൂടെ 2-3 പാരൻസ് കൂടെ ഉണ്ട്. അപ്പോൾ അവരും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടെ സ്പീഡാവുമല്ലോ. അപ്പോൾ ഇതാണ് ഷിജുവേട്ടനാണ് മേക്കപ്പ് ചെയ്യുന്ന ആൾ. പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കുട്ടികളേ ഉള്ളൂ, അതുകൊണ്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ നല്ല കാമായിട്ട് മേക്കപ്പൊക്കെ ചെയ്യാൻ വലിയ സീനൊന്നുമില്ല. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് ഒരുപാട് കുട്ടികൾ വരാണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ മേക്കപ്പൊക്കെ ചെയ്യണം. അപ്പോൾ ഇപ്പം നമ്മൾ ഇവരുടെ മേക്കപ്പാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ വെൽക്കം ഡാൻസിൻ്റെ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഇവരാണ് ആദ്യം സ്റ്റേജിൽ കയറുന്നത്. അപ്പോൾ ഇവരുടെ കോസ്റ്റ്യൂമാണിത്, ഒരു ബ്ലൗസും പിന്നെ മേലെ വേഷ്ടിയാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ദിവ്യേച്ചി നമുക്ക് പറഞ്ഞു തരാണ്, ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഒരാൾക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത കുട്ടികളത് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാവല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ നോക്കി ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ വെൽക്കം ഡാൻസിൻ്റെ കുട്ടികൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ട്രഡീഷണൽ ലുക്കാണ്. അടിപൊളി കമ്മലും നല്ല മാലയും കാശുമാലയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവരുടെ കോസ്റ്റ്യൂമിൽ തന്നെ ആ ഓർണമെൻറ്റ്സൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. വെൽക്കം ഡാൻസിൻ്റെ കുട്ടികളെ മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒപ്പന ടീമാർ വന്നു. അങ്ങനെ ഓരോരുത്തർ വരും കേട്ടോ. അപ്പോൾ ഓരോരുത്തരെ മേക്കപ്പൊക്കെ നമുക്ക് കാണാം. ഇനി ഒപ്പന ടീമിൻ്റെ മേക്കപ്പാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്രസ്സിങ്ങാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേക്കപ്പ് ഓൾറെഡി ചെയ്ത കുട്ടികളെ ഡ്രസ്സിങ്ങാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി അവർക്ക് തട്ടം ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ. വെറുതെ ആരും ഇവിടെ ഇരിക്കുന്നില്ല, എല്ലാവരും ഓരോ പണിയിലാണ്. അപ്പോൾ ഈ സുന്ദരി ഒപ്പനക്കുട്ടികളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ഗ്രീൻ റൂമിൽ ഡ്യൂട്ടിയുള്ള ടീച്ചേഴ്സും വന്നിട്ടുണ്ട് കേട്ടോ. ഇവരുടെ മേക്കപ്പൊക്കെ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കൂടെ അമ്മമാരും ഉണ്ട്, ഇവരുടെ മേക്കപ്പ് ചെയ്ത മുഖമൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ കുറച്ച് ഒപ്പനക്കുട്ടികൾ ഇതവിടെ മാറ്റി എല്ലാം ഫിനിഷായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മളൊരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയും കുറച്ച് പേരുണ്ട് കേട്ടോ, അവർ ഡ്രസ്സിങ്ങിലും മേക്കപ്പിലൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് നമ്മുടെ ഫുൾ ഒപ്പന കുട്ടികളെ കാണാം. ഇനി അടുത്തത് മണവാട്ടീൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒപ്പനക്കുട്ടികളൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. ഇനി ലാസ്റ്റാണ് കേട്ടോ മണവാട്ടീനെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓർണമെൻറ്റ്സും ഡ്രസ്സിങ്ങും ഒന്ന് സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ദിവ്യ ചേച്ചിയാണ് ഫുൾ മണവാട്ടീൻ്റെ ഓർണമെൻറ്റ്സും പിന്നെ ഡ്രസ്സിങ്ങൊക്കെ ചെയ്യുന്നത്. നല്ല ഇയറിങ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മണവാട്ടി ആയതുകൊണ്ട് തന്നെ നല്ല മൊത്തത്തിൽ തിളങ്ങുന്നുണ്ട് കേട്ടോ. നല്ല മിന്നുന്ന മണവാട്ടിയാണ്. ഈ ഓർണമെൻറ്റ്സൊക്കെ വെയിറ്റ് ഉള്ളതുകൊണ്ട് മിക്കവാറും മണവാട്ടിക്കുട്ടീനെ ഞങ്ങൾ എടുത്തുകൊണ്ട് സ്റ്റേജിൽ കൊണ്ട് വെക്കേണ്ടി വരും. അങ്ങനെ ഒപ്പന ടീം ഇതാ സെറ്റായിരിക്കുകയാണ്, റെഡി ആയിട്ടുണ്ട്. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും റെഡി ആക്കി ഒരു ഭാഗത്ത് ഇരുത്തിയിട്ടുണ്ട്. എല്ലാവരും ഓരോ വർത്താനത്തിലാണ് കേട്ടോ. കാരണം ഇവർ ഈ കോസ്റ്റ്യൂമൊക്കെ ആദ്യമായിട്ട് ഇടുമല്ലോ. അപ്പോൾ ഈ കമ്മലും ആ ഒരു ഓർണമെൻറ്റ്സൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇവരെ വിളിച്ച് വരുത്തുന്നത്, വീഡിയോ എടുക്കണേന്നൊക്കെ. നമ്മുടെ ടീച്ചേഴ്സും ഇവിടെ സുന്ദരികളായിട്ട് വന്നിട്ടുണ്ടോ. ഇവരൊക്കെ ഇന്ന് ഡ്യൂട്ടിയിലാണ്, സ്റ്റേജിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ വെൽക്കം ഡാൻസ് ആയതുകൊണ്ട് തന്നെ നമ്മളെ വിളിച്ച് വരുത്തിക്കുകയാണ് കുട്ടികളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അവിടെ കുട്ടികളൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റേജൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇവരതാണ് ആദ്യത്തെ ഡാൻസ്. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ് കേട്ടോ. സ്റ്റേജിലൊക്കെ കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ ഡാൻസ് കാണാം.
ക്യൂട്ടുള്ള ഡാൻസാണ്. അപ്പോൾ നമ്മൾ സ്റ്റേജിലേക്ക് കയറ്റിയിട്ടുണ്ട്, അവരുടെ പൊസിഷനിലൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു കാണാൻ, കോസ്റ്റ്യൂമൊക്കെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഒപ്പന ഡാൻസ് കാണാം. ഭവൻസിന്റെ സ്വന്തം പ്രിൻസിപ്പാള്. ഓ, സുന്ദരിയായ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ നമ്മുടെ സ്വന്തം മിസ്സാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ പ്രിൻസിപ്പളിനെ എല്ലാവരും പരിചയപ്പെട്ടില്ലേ. ഇനി നമുക്ക് അടുത്തൊരു ഡുവറ്റ് പെർഫോമൻസ് കണ്ടാലോ. നമ്മുടെ സുന്ദരന്മാരായ കുട്ടികളുടെ പെർഫോമൻസാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. ആ ഡ്രസ്സൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഡ്രസ്സ് പോലെ തന്നെ അവരുടെ ഡാൻസും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പ്രാക്ടീസ് ചെയ്തതിനേക്കാളും അടിപൊളിയായിട്ട് എല്ലാവരും കളിച്ചിട്ടുണ്ട്. അടുത്ത നമ്മുടെ KG കുട്ടികളുടെ ബാഹ ഡാൻസ് ആണ്. ഒരു ട്രൈബൽ ഡാൻസ് ആണ് കേട്ടോ. നമ്മുടെ നെഞ്ചിയമ്മേൻ്റെ കളക്കാത്ത എന്ന് പറഞ്ഞിട്ട പാട്ടാണ്. അങ്ങനെ ഇവരുടെ മേക്കപ്പ് ഒക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇനി ഇവരൊന്ന് ലൈനപ്പ് ചെയ്ത് സ്റ്റേജിലെത്തിക്കണം. അപ്പോഴേക്കും നമ്മുടെ ഗ്രീൻ റൂമൊക്കെ ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഒരു ക്ലാസ്സിലുള്ള അധികം കുട്ടികളും ഉണ്ട് കേട്ടോ. ഒരു കുട്ടിയായിട്ടേ ഇല്ലാത്തുള്ളൂ, ബാക്കി മൊത്തം കുട്ടികളും നമ്മൾക്ക് ഈ ഡാൻസിലുണ്ട്. ഈ ബാഹ ഡാൻസിൽ ഒരുപാട് കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മുടെ ഗേൾസിൻ്റെ എൻട്രിയാണ് കേട്ടോ. ഗേൾസിൻ്റെ എൻട്രി കഴിഞ്ഞതിന് ശേഷം പിന്നെ ബോയ്സിൻ്റെ എൻട്രിയാണ്. പിന്നെ ലാസ്റ്റ് ഇവരെ രണ്ടാളും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഡാൻസോട് കൂടി അവസാനിക്കുകയാണ് കേട്ടോ.
ട്രൈബൽ ഡാൻസ് ആണ്. അപ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ പാരൻസും ടീച്ചേഴ്സും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മേക്കപ്പും പിന്നെ അവർക്ക് ഹെഡിലൊരു ഹെഡ്സെറ്റ് വരുന്നുണ്ട് ഫെദറിൻ്റെ, അപ്പോൾ അതും ഒന്ന് ചെയ്യാനുണ്ട്. പിന്നെ അവരുടെ പ്രോപ്പർട്ടിയാണ് ഇതാ അവിടെ കിടക്കുന്നത്, നമ്മൾ സെറ്റ് ചെയ്ത പ്രോപ്പർട്ടി. ഇനി അവർക്ക് അതും കൂടെ ഉണ്ട്. ലഞ്ചിന് ശേഷമാണ് കേട്ടോ ഇവരെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനും ദിവ്യേച്ചും ലഞ്ച് കഴിക്കാൻ തുടങ്ങി. ഇവിടെ തന്നെയുള്ള ഫുഡാണ് കേട്ടോ, നെയ്ച്ചോറും പിന്നെ സോയാബീൻ്റെ കറിയായിരുന്നു. ഇവരുടെ ഡാൻസിൻ്റെ എൻട്രി തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എല്ലാവരും ഒരുമിച്ച് ആ പ്രോപ്പർട്ടിയിലൊക്കെ നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കോസ്റ്റ്യൂം എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ ഇവരുടെ ഒരു വെറൈറ്റി ഡാൻസ് ആണല്ലോ, അതും എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. പട്ടാളത്തിൻ്റെ ഡാൻസാണ് കേട്ടോ. ഇവർക്ക് ഡിങ്കിരി പട്ടാളം എന്ന് പറഞ്ഞ പാട്ടും വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റത്തെ പാട്ട് വരുന്നത് കരള എന്ന് പറഞ്ഞ പാട്ടാണ്. ബോയ്സ് ഒരു സെക്ഷനായിട്ടും ഗേൾസ് ഒരു സെക്ഷനായിട്ടാണ് കേട്ടോ കളിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഇവരുടെ കോസ്റ്റ്യൂമൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമായി. നല്ല ഗ്ലിറ്ററിങ് ആയിട്ടുള്ള കോസ്റ്റ്യൂമാണ് കേട്ടോ. അടിപൊളിയായിട്ട് കളിക്കില്ലേ? ഇവരാണ് ഇവിടുത്തെ ജഗ് ചില്ലി ബോയ്സ്. നല്ല റോക്ക് ബോയ്സ് ആണ് കേട്ടോ. ഇവരുടെ പാട്ട് വന്നിട്ട് ഇല്ലുമിനാറ്റി പിന്നെ മനസ്സിലായോ എന്ന് പറഞ്ഞ 2 അടിപൊളി പാട്ട് വെച്ചിട്ടാണ് ഇവർ കളിക്കാൻ പോകുന്നതെന്ന്.
കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഡ്രാമയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ആ ഡ്രാമേൻ്റെ കൂടെ തന്നെ ഒരു ബാച്ചിൻ്റെ ഡാൻസ് കൂടി ഉണ്ട്. ഒരു കൃഷ്ണൻ്റെയും രാധേൻ്റെയും ഡാൻസാണ്. നന്ദഗോപാലഹര എന്ന് പറഞ്ഞ പാട്ടാണ് കേട്ടോ. ആ ഒരു ഡാൻസും കൂടി കാണാം കേട്ടോ നമുക്ക്. അങ്ങനെ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികളെ ഇതാ സ്റ്റേജിൽ റെഡിയാക്കുന്നുണ്ട് ടീച്ചേഴ്സ്. കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് എല്ലാവരും കാണാൻ. ഓരോരുത്തരും ഓരോ ക്യാരക്ടേഴ്സാണ് കേട്ടോ. എല്ലാ ക്യാരക്ടേഴ്സിനെയും കാണാൻ നല്ല രസമുണ്ട്. അവർ പറയുന്ന ഓരോ കാര്യങ്ങളും നല്ല ഭംഗിയിൽ അവർ അത് പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രഭു, യാഗത്തിനുള്ള വസ്തുക്കൾ എല്ലാം ശേഖരിച്ചു കഴിഞ്ഞു. നാടും നഗരവും ശുദ്ധിയാക്കി, വീടും തെരുവുകളും അലങ്കരിക്കപ്പെട്ടു കഴിഞ്ഞു. പന്തലുകൾ ഒരുങ്ങി, കലവറ നിറച്ചു, ഊട്ടുപുരകൾ സജ്ജമായി. അതിഥികൾക്കുള്ള മന്ദിരങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു പ്രഭു. കുമാരന്മാർ പറഞ്ഞതിലും കാര്യമുണ്ടെന്നാണ് അടിയന് തോന്നുന്നത്. എനിക്കും അതിനോട് യോജിപ്പ് തോന്നുന്നു പ്രഭു. ഇവിടുത്തെ എല്ലാ പരിപാടികളും ഇതാ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. ദേ ഈ വിതറിക്കിടക്കുന്ന ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇതാ ഷിജുവേട്ടനെ എടുത്ത് വെക്കാൻ പോവുകയാണ്. ഇനി ഞങ്ങൾക്കുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഡ്രസ്സുകളുണ്ട്, കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്യണം. അതൊക്കെ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തി ബാഗിൽ വെക്കണം. എപ്പോഴാ റെഡി ആയത് കറക്റ്റ് സെറ്റ്. അങ്ങനെ ഞങ്ങളുടെ പാക്കിംഗ് പരിപാടികൾ ഇതാ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്ത് റെഡിയാക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.